ആഹാ നല്ല മഴ. ഈ മഴപ്പരുവത്തിൽ നമ്മുടെ LJPയും ലെസ്റ്റിൻ സ്റ്റീഫനും ചേർന്ന് ഒരു സിനിമ കൊണ്ടുവന്നിരിക്കുകയാണ്. കുറേ പുതിയ പൈലുകൾ അണിനിർത്തിക്കൊണ്ട് സംവിധാനം ചെയ്തിരിക്കുന്നത് AK വിനോദ്. ഫസ്റ്റത്തെ സിനിമയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും അങ്കവാലി ഡയറീസ് പോലെ എന്തെങ്കിലും ഞെട്ടിക്കാനുള്ള സാധനം ഉണ്ടോ എന്ന് നമ്മൾ വിചാരിച്ചാണ് ഈ സിനിമയ്ക്ക് പോകുന്നത്. മൂൺ വാക്ക്. അപ്പോൾ ഈ പടം ഞെട്ടിക്കൽ ഒന്നുമില്ല, പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതൊരു ക്ലാസ് പടം, പക്ക ക്ലാസ് പടമായിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. എന്നും പറഞ്ഞുകൊണ്ട് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് ഞാൻ അവകാശപ്പെടില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ ലാഗ് അടിക്കുക, എന്ത് ആഡ് ചെയ്ത് ഇതിൽ പ്രത്യേകിച്ചൊന്നും കാണാനില്ലല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ ഇത് കണക്റ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര വൈബാണ്. എസ്പെഷ്യലി ഇതിൻ്റെ ക്ലൈമാക്സ് ഒക്കെ ആയ സമയത്ത് ചുമ്മാ എൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമോഷണലോ ഒരു സാധനമല്ല, ഒരു ഭയങ്കര സംഭവം, അതിഭയങ്കരമായിട്ടുള്ള കാഴ്ചകളോ ട്വിസ്റ്റുകളോ ടേണുകളോ ഹൈയോ ഒന്നുമില്ല സിനിമയിൽ. പക്ഷേ അവസാനം പിന്നെ കണ്ണൊക്കെ നിറഞ്ഞ്. അതെന്താ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. അത്രമാത്രം ഞാൻ സിനിമയെ കണക്ട് ചെയ്ത് ഇരുന്ന് കണ്ടതുകൊണ്ടാണ്. ഒരു 80s വിൻറ്റേജ് തിരുവനന്തപുരം തുമ്പ പ്രദേശത്ത് സെൻറ്റ് സേവിയേഴ്സ് കോളേജുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അവിടെയുള്ള കുറച്ച് യുവാക്കളുടെ കഥ. കഞ്ചാവും മയക്കുമരുന്നും ഒന്നും ഇല്ലായിരുന്ന സമയത്തുള്ള യുവാക്കളുടെ കഥ. ഇതിൻ്റെ ആർട്ടടെ ഇതെന്ന് പറഞ്ഞാൽ ചെറിയ തട്ടിക്കൂട്ട് സെറ്റപ്പിൽ എടുത്തിരിക്കുന്ന ഒരു സിനിമയല്ല. അവിടെ ആയിട്ട് കുറച്ച് ഭാഗങ്ങൾ സെറ്റിട്ട് പഴയ കാലഘട്ടം കാണിച്ച് വിടാം എന്നല്ല. ഇത് നല്ല ക്രൗഡഡ് ഏരിയ ഉണ്ട്, ഉത്സവങ്ങളുണ്ട്, സ്റ്റേജ് പരിപാടികളുണ്ട്, അതുപോലെ ഒരുപാട് ഏരിയാസ് പറ ഫ്രെയിമുകളൊക്കെ നീങ്ങുന്നുണ്ട്. ഒരിടത്ത് മാത്രം ഒതുങ്ങി എല്ലായിടവും ഈ പഴയ 80s വൈബ് പിടിക്കുക എന്ന് പറയുന്നത് ചില്ലറ പണിയല്ലടേ. അതിൽ തന്നെ പഴയ KSRTC ബസ്, ഓരോ സാധനങ്ങളും ഓരോ സ്ഥലത്ത് ഓരോ പശ്ചാത്തലത്തിൽ ബാക്ക്ഗ്രൗണ്ടിൽ എന്ത് വരണം. സിമ്പിളായിട്ട് വരുന്ന ഒരു കോള കുപ്പിയുടെ ഒരു വലിയ പ്രാധാന്യം എന്നുള്ള ഒരു കഥാപാത്രമാണെങ്കിൽ പോലും ആ കഥാപാത്രത്തിന് കുടിച്ചുകൊണ്ടിരിക്കുന്ന കോളയിൽ വരെ ഇവർ പഴയ സാധനം എന്താണെന്നുള്ളത് അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കുക. വീടുകൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ പഴയത്. ഇതിൻ്റെ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് അമ്മാതിരി പണിയെടുത്തിട്ടുണ്ട്. സാബു സിറിലല്ല, സാബു മോഹൻ ഗംഭീരമായിരുന്നു. അതുപോലെ സിനിമയുടെ ടൊണാലിറ്റി ടോട്ടലി ഒരു വിൻറ്റേജ് സിനിമയ്ക്ക് പറ്റിയ ഒരു സാധനമായിരുന്നു. നമുക്ക് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ സിനിമയിലേക്കുള്ള ആ ഒരു പശ്ചാത്തലത്തേക്ക് ഇറങ്ങിച്ചെല്ലാൻ വന്നു. ഇതിനെല്ലാം അപ്പുറം ഈ ചെറുക്കന്മാരെ ഓരോരുത്തരും എടുത്ത് തന്നെ പറയണം. യവന്മാർ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അത്രയേറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ കഷ്ടപ്പാട് ഇതിൽ കാണാനുണ്ട് സ്ക്രീനിൽ. സിനിമയുടെ തുടക്കത്തിൽ തന്നെ നമുക്ക് ഈ ഒരു കാലഘട്ടം ചെയ്യുമല്ലോ, ആ ഒരു ഹെയർ സ്റ്റൈലും ആ ഒരു സംഭവങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു വോ ഫാക്ടറായിരുന്നു. എന്നാൽ ഞാൻ കണ്ടിട്ടില്ല ആ ഒരു കാലഘട്ടം. പക്ഷേ നമ്മുടെ കുട്ടിക്കാലത്തെ നമ്മുടെ ചേട്ടന്മാരുടെ കാലഘട്ടം അതായിരുന്നു. അവരുടെ ഒരു ജീവിത രീതിയും ഭയങ്കര ഒരു സ്ലാങ്, ട്രെൻഡ് സ്ലാങ്, ചിലരുടെ സ്ലാങ് കുറച്ച് ഓവറാക്കി പോയതുള്ള തോന്നി. പക്ഷേ മെജോറിറ്റി ആൾക്കാരെ നന്നായിട്ടത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ഇതെല്ലാം തിരുവനന്തപുരത്തുള്ള ആൾക്കാരെ ഒന്നും അല്ല. മീനാക്ഷി, അതുപോലെ ശ്രീകാന്ത് മുരളിയൊക്കെ ഉണ്ട്. മൈക്കിൾ ജാക്സൻ്റെയൊക്കെ അതുപോലെ പാശ്ചാത്യ ഡാൻസ് ഇവിടെ ട്രെൻഡ് പിടിച്ചു തുടങ്ങുന്ന സമയമാണ് കേരളത്തിൽ. അപ്പോൾ അത് ആൾക്കാർക്ക് ഓരോ ഈ സാധനം വേവും മൂൺ വാക്കൊക്കെ കാണുമ്പം ഭയങ്കര വൗ ഫാക്ടറാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സാധനം കാണുന്നുള്ള രീതിയിലുള്ള ആൾക്കാർ പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ. ആ സമയത്ത് ഇപ്പോൾ ഡാൻസിനോട് പാഷൻ തോന്നുന്ന ഒരു കൂട്ടം യുവാക്കൾ വരുന്നു. അവരത് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അവർക്ക് വേറെ ഗുരുനാഥന്മാരോ മുമ്പത്തെ റോൾ മോഡലോ ഒന്നുമില്ല. ആ സാഹചര്യത്തിൽ അവർ അത് ചെയ്തു പോകുന്ന, അതിനുവേണ്ടി ശ്രമിക്കുന്ന ഒരു സംഭവമേ ഉള്ളൂ. ഇതിൽ ഞാൻ പറഞ്ഞില്ല, ഇതിൽ ഭയങ്കര ഭീകരമായിട്ടുള്ള ട്വിസ്റ്റുകളോ ടേണുകളോ ഒന്നുമില്ല. സിനിമയുടെ തുടക്കമൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്ത് കണക്ട് ചെയ്ത് ഭയങ്കര രസത്തിൽ, എസ്പെഷ്യലി യവന്മാരെ ഓരോരുത്തന്മാരുടെ പെർഫോമൻസുകളെ ഭയങ്കര രസമാണ്. ഒരാളെ പോലെ അല്ല അതാണ് എൻ്റെ പ്രത്യേകത. എല്ലാവർക്കും ഒരു യുണീക്നെസ് ഉണ്ട്, ഓരോ കഥാപാത്രങ്ങൾക്കും ഉണ്ട്. അതിൽ ഓരോ ജീവിതം ചെറുക്കന്മാരെ രാവിലെ തൊട്ട് വൈകുന്നേരം ഇങ്ങനെ കാണിച്ച് പോയി. നമ്മൾ ഒരു സിനിമയെന്ന് പറയുമ്പോൾ ഫസ്റ്റ് ആക്ട്, സെക്കൻഡ് ആക്ട്, തേർഡ് ആക്ട് ഒക്കെ വേണമല്ലോ. ഈ സിനിമ ഇങ്ങനെ ക്യാരക്ടർ എസ്റ്റാബ്ലിഷ് ചെയ്ത് പോയി പിന്നെയും ക്യാരക്ടർ എസ്റ്റാബ്ലിഷ് ചെയ്ത് പോയി അവരുടെ ഓരോ ജീവിത രീതി ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. മതിയുടെ നമുക്ക് അടുത്ത ഒരു സാധനത്തിലേക്ക് പോവാം. അടുത്ത എന്തെങ്കിലുമൊക്കെ ഒരു സാധനം വേണ്ടേ, ഒരു കോൺഫ്ലിക്റ്റും പരിപാടിയും മൊമെൻറ്റം ചേഞ്ചൊക്കെ വേണ്ടേ? അങ്ങനെയൊന്നും വരുന്നില്ല. ഇടയ്ക്ക് ഷെർഷാ ഷെരീഫിൻ്റെ ഒരു കഥാപാത്രം വരുന്നുണ്ട്. അവിടെ വെച്ച് എന്തെങ്കിലും അതുമായിട്ട് കണക്ട് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെയും അതുമില്ല, പിന്നെയും പഴയ പോലെ തന്നെ. അപ്പം ഞാൻ വിചാരിച്ചിട്ട് എന്താടാ ഇത്, അപ്പോൾ ഈ ചെറിയ ലാഗ് അടിക്കാൻ തുടങ്ങിയിട്ടാ. ഇവിടെ എന്താടാ ഇത്, നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോയി നമുക്ക് മനസ്സിലായി കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. ഇനി അടുത്തതിലോട്ട് നിങ്ങൾ കടക്ക് നമ്മൾ വിചാരിക്കുന്നിടത്ത് ഇങ്ങനെ പോകണില്ല. അപ്പോഴാണ് ഞാൻ ആലോചിച്ചേടേ, നീ അങ്ങനെ വിചാരിച്ച സിനിമ കാണണ്ട. നീ വിചാരിക്കും പോലത്തെ ടെംപ്ലേറ്റ് പരിപാടിയല്ല. നീ അങ്ങനെ വേണമെങ്കിൽ ഒന്ന് വാശി പിടിക്കാതെ നമ്മൾ എന്താണ് ഡെലിവറി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതിയിലൊന്ന് കണ്ടു നോക്കാൻ എൻ്റെ മനസ്സ് എന്നോട് എന്നെ പറഞ്ഞ് അങ്ങനെ ഇരുന്ന് കണ്ടപ്പോൾ പിന്നെ അങ്ങോട്ട് സെക്കൻഡ് ഹാഫ് ഭയങ്കര രസമായിരുന്നു. എസ്പെഷ്യലി ക്ലൈമാക്സിനോട് അടുത്ത് വരുമ്പോൾ ഭയങ്കര ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്തൊക്കെ സംസാരിക്കുന്ന ഒരു ചെറിയ കുഞ്ഞു പൊളിറ്റിക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം മൈൽഡായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യണം. ഒന്നും പ്രൊജക്റ്റ് ചെയ്ത് ഞാൻ പൊളിറ്റിക്സ് പറയാൻ പോണേ എന്നൊന്നും ഇല്ല. അതൊക്കെ ഇത് രസമായിട്ടാണ് വന്നിരിക്കുന്നത് അറിയാമോ. എസ്പെഷ്യലി ഈ ക്ലൈമാക്സിനോട് അടുക്കുന്ന സമയത്ത് കുറേ ഡാൻസ് കിടലൻ മൊമെൻറ്റ്സ് ഉണ്ട്.
എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റേ ഒരു ക്ലീഷ സിനിമയിലൊക്കെ ഉള്ളതുപോലെ ഡാൻസിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്ന അവസാനം മത്സരം ജയിക്കുമോ തോൽക്കുന്നുള്ള ടെൻഷൻ ഇങ്ങനെ ഒന്നുമില്ല. ഇത് ഭയങ്കര ശാന്തമായിട്ട് കൂളായിട്ട് നമുക്കിങ്ങനെ രസത്തിൽ കണ്ടിരിക്കാം. ക്ലാസ്സായിട്ട് നമുക്ക് കുറേ സീനുകൾ നമുക്കതിൽ എടുത്ത് നമുക്ക് പിന്നീട് വേണമെങ്കിൽ അനലൈസ് ചെയ്ത് നോക്കാവുന്ന കുറേ മൊമെൻറ്റ്സ് ഉണ്ട്. അല്ലാതെ നമുക്ക് ഇതിന് വേറെ രീതിയിലും കാണാം. ഇതിൽ വേറെ വലിയൊരു കഥയോ സംഭവങ്ങളോ ഒന്നുമില്ല. ഈ പറഞ്ഞ പോലെ കുറേ കഥാപാത്രങ്ങൾ വരുന്നുണ്ട്. അവരൊക്കെ പിന്നെ എന്തായി, ആ റിലേഷൻഷിപ്പ് എന്തായി, അങ്ങനെ ഒന്നുമില്ല. സദശ ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി അന്യായമാണ്. പ്രശാന്ത് പിള്ളയുടെ മ്യൂസിക് ഒരു രക്ഷയില്ല. പഴയ വൈബ് പിടിച്ച് ഒരു ഘട്ടത്തിൽ പോലും സിനിമ താഴെ പോകാതെ പിടിച്ചു നിർത്തി. ഇവർ രണ്ടുപേരുടെയും കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു. ദീപു ജോസഫിൻ്റെയും കിരൺ ദാസിൻ്റെ എഡിറ്റിങ് കിഡിലൈൻ, സൗണ്ട് മിക്സിങ് രംഗനാഥ് രവി, എല്ലാ കോസ്റ്റ്യൂം ധന്യ ബാലകൃഷ്ണൻ നല്ല അറിഞ്ഞ പണിയെടുത്തിട്ടുണ്ട്. ഷാജി കൊരട്ടി, നന്ദകുമാറാണ് കളറിസ്റ്റ്. ഇനി നമ്മുടെ പിള്ളേരെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇതിലൊരു ഒത്തിരി കേന്ദ്ര കഥാപാത്രം എന്ന് പറയാനില്ല. എന്നാലും കുറച്ച് മുന്നിട്ടിരിക്കുന്നത് എനിക്ക് ഒരു ഘട്ടം വരെ അനുനാഥ് ആണെന്ന് തോന്നി. ജയിക്ക് എന്നൊരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. നല്ല അവനെ കാണാൻ ഒരു മൈക്കിൾ ജാക്സനെ പോലെ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ഞാൻ വിചാരിച്ച മൈക്കിൾ ജാക്സൻ്റെ ഫാൻസ് ആയിട്ടുള്ള കുറേ പിള്ളേരുടെ കഥയായിരിക്കും എന്ന് വിചാരിച്ചാണ് പോയത്. അങ്ങനെയൊന്നുമല്ല. പിന്നെ സുജിത് പ്രഭാകർ നിർഭയുണ്ട്. അവൻ്റെ അനിയനായിട്ട് ഋഷി കൈനിക്കര, അരുണും വരുണുമായിട്ട് വന്നിട്ടുണ്ട്. ഷിബുവിനെ ചിരിയൊക്കെ ഭയങ്കര ക്യൂട്ടായിരുന്നു കേട്ടോ. ഷിബു സിദ്ധാർത്ഥ് ബാബുവാണ് ചെയ്തിരിക്കുന്നത്. മനോജ് മോസസിൻ്റെ ഷാജി, സിബി കുട്ടപ്പൻ അവതരിപ്പിച്ച സുര. ഒരു രക്ഷയില്ല. ഞാൻ പറഞ്ഞില്ല, ഏറ്റവും കൂടുതൽ ഇമോഷണലി കണക്ട് ആയത് ഇവനുമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അത് തുടക്കത്തിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന്, ഇതിങ്ങനെ ആവുമെന്ന് നമുക്ക് എല്ലാം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ ഞാൻ പറഞ്ഞില്ല, അത്ഭുതങ്ങളൊന്നുമില്ല ഈ സിനിമയിൽ. ഒരു ഭയങ്കര ഭീകരത ഒന്നുമില്ല. നമുക്കെല്ലാം പ്രെഡിക്റ്റ് ചെയ്യാനും പറ്റും. എന്നാൽ അത് ഭയങ്കര രസമാണ് എന്നുള്ളതാണ്. പിന്നെ പ്രേം ശങ്കർ, അപ്പു ആചാരി അവതരിപ്പിച്ച അനിക്കുട്ടൻ്റെ കഥാപാത്രം, അർജുൻ മൺലാൽ, അരുൺ വിജയ്, മാരി, സഞ്ജനാദാസ്, മീനാക്ഷി, നൈനിത, മരിയ, എല്ലാവരും ഇതിൽ ആരും അഭിനയിക്കുന്നതാണെന്ന് നമുക്ക് ഫീൽ ചെയ്യാതെ ഈ പുതിയ പിള്ളേരെ എടുത്തിട്ട് ഇങ്ങനെ ഒരു ക്രൗഡുണ്ട്. ഒരു ലോഡ് ആൾക്കാരുണ്ട് ഈ സിനിമയിൽ. ഒരു ലോഡ് ആൾക്കാർ, അങ്കമാലി ഡയറക്ടേഴ്സ് പോലെ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. അവരെ വെച്ചിട്ട് അങ്ങ് ചെയ്തെടുക്കുകയാണ്. അത് ചെറിയ പണിയൊന്നുമില്ല. പിന്നെ ഒരുപാട് പേരുണ്ട്. എല്ലാവരെയും പേര് നമുക്ക് പറയാനുള്ള സാവകാശമില്ല. ബാക്കിയുള്ളവർ ക്ഷമിക്കുക. അപ്പോൾ ഇതാണ് ഈ സിനിമ. ചിലർക്ക് ലാഗടിച്ചേക്കാം. ഇത് എന്തുവാടെ ഇതിൽ പ്രത്യേകിച്ചൊന്നും കാണാനല്ലോ. എസ്പെഷ്യലി ഈ പൂമരം സിനിമ ഉണ്ടല്ലോ, പൂമരമായിട്ട് ഇത് കമ്പയർ ചെയ്യണമല്ല. പൂമര സിനിമ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്തോ നടഒരു കലാത്സവം കാണാൻ നമ്മൾ എന്തിരിക്കണേ എന്നുള്ള സെറ്റപ്പായിപ്പോയി. പക്ഷേ അത് കണക്റ്റ് ആയവർക്ക് ഭയങ്കരമായിട്ട് അത് കണക്റ്റ് ആവും. ഭയങ്കര ഒരു ഈ പറഞ്ഞ ഒരു കലോത്സവമൊക്കെ നടത്തിയിട്ടുള്ള അവർക്കൊക്കെ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്ത് ആ ഫീലിൽ കണ്ടു നിൽക്കാൻ പറ്റുന്ന ഒരു ഫീൽ ഗുഡ് പടമാണ് പൂമരം. അതുപോലത്തെ ഒരു സാധനം, അതേ സാധനം എന്നല്ല ഞാൻ പറയണത്, അതുപോലത്തെ ഒരു ഫീലാണ്. ഈ സിനിമ കണക്റ്റ് ആയി കഴിഞ്ഞാൽ ഭീകരമായിട്ട് ഒരു നമുക്ക് ക്ലാസ് പടം കണ്ട ഒരു സുഖം കിട്ടും. അല്ലാത്തവരുടെ കാര്യം എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി. ഐ ലവ് ദിസ് മൂവി. അത്രേ ഉള്ളൂ. ആമസോൺ, ഫ്ലിപ്കാർട്ട്, അജിയോ, മിന്ത്ര മുതലായ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലൊക്കെ കുറേ ഓഫർ ഡെയിലി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അറിയാതെ പോകുന്ന അത്തരം ഓഫറുകളൊക്കെ നമ്മുടെ വാട്സാപ്പ് ചാനലിൽ റെഗുലർലി അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളെ വാട്സാപ്പ് ചാനൽ ഒന്ന് ഫോളോ ചെയ്തോളി. ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. വരട്ടെ.